കർത്താവിൻ്റെ ഇടപെടലിന് 3 ഇരട്ടി വ്യത്യാസമാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലാകും. പഴയ കാല ശുശ്രൂഷകളും പുതിയ കാല ശുശ്രൂഷയ്ക്കും വന്നിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് വല്ലാത്ത അപ്ഡേഷൻസാണ്. വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രൊഫഷണലായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? ദൈവസ്നേഹത്തോടെ, ദൈവപ്രത്യാശയോടെ, ദൈവസ്നേഹത്തോടെ, ദൈവവിശ്വാസത്തോടെ നമ്മൾ ജീവിതത്തെ അവൻ പറയണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പെട്ടെന്ന് ടൈം ഷോട്ട് ചെയ്യും. ടൈം ഷോട്ട് മാത്രമല്ല, ലൈറ്റ് വെയ്റ്റിംഗ് ഉണ്ട്. വലിയ ഭാരപ്പെട്ട കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ചെയ്തു. പിന്നെ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. നമ്മുടെ കഴിവല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ പ്രസൻസ് ഫീൽ ചെയ്യും. ഉടമ്പടിയുടെ മറ്റെല്ലാ ഈ മേഖലകളെല്ലാം നമുക്ക് പ്രാർത്ഥനകളുടെ പൊതു കാര്യമായിട്ട് പറയാമെങ്കിലും ഈ ഉടമ്പടിയുടെ തനത് യുണീക്നെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രസൻസാണ്. ഇപ്പം 43,000 സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി അപ്പ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ കിടപ്പുണ്ട്. 1-2 അല്ല, 43,000 സാക്ഷ്യങ്ങൾ ഓൾറെഡി നമ്മൾ എയറിൽ ഓൺ എയറായിട്ടുണ്ട്. ഈ എയറിലായിരിക്കുന്നതിൽ പകുതിയോളം സംഭവം പ്രസൻസാണ്. അമ്മ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നു. എനിക്കറിയത്തില്ലായിരുന്നു അത്. അമ്മ പറഞ്ഞു, ഞാൻ എഴുതി പരീക്ഷയിൽ. അങ്ങനെ പറഞ്ഞില്ല. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ആരോ എൻ്റെ ഉള്ളിൽ നിന്നെല്ലാം പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി. അതൊക്കെ പ്രസൻസാണ്. അത് ഉടമ്പടിയുടെ മാത്രമായിട്ടുള്ള സംഭവമാണ്. വേറെ ഒരുവിടും നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടിയുടെ കാര്യത്തിൽ നിങ്ങൾ കാർക്കശ്യമാകണം, കഥ അറിയാതെ ആട്ടം കാണരുതെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ നിങ്ങളോട് രൂക്ഷവുമായിട്ട് കാർക്കശ്യമായിട്ടല്ല സംസാരിക്കണത്, സൗമ്യമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. അതിൻ്റെ കാരണം ഇതാണ്: ചെയ്യുന്നവൻ വെടിപ്പായിട്ട് ചെയ്യട്ടെ. ചെയ്യുന്നവൻ അത് വെടിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ ഇതിന് നമുക്ക് വല്ലാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് പറയും, നീ എടുക്ക്, അപ്പോൾ താനെടുക്ക്, നീ ഇങ്ങനെ വണ്ടി ഇരുന്ന് തന്നെ ഇതിങ്ങനെ തന്നെ സ്റ്റിയറിങ് വണ്ടി ഓടിച്ചോണ്ട് പോകണമെങ്കിലും താനെടുക്ക്, നീ എടുക്കുന്ന പറഞ്ഞൊക്കെ കൈവിട്ട കളിയാണ് ചില ആൾക്കാർക്ക്. ഇപ്പോൾ അവസാനം ഇവിടെ വരുമ്പോൾ അവസാനം നീ എടുക്കുന്ന ആക്കി, ഭർത്താവ് സ്വരം ഉണ്ടാക്കിയിട്ട് പറയും നീ തന്നെ എടുക്കാൻ പറയും. എന്താണ് ഇയാൾക്കിടയ്ക്ക് സ്മോളൊക്കെ അടിക്കണം. അപ്പം അതുകൊണ്ട് വൈഫിൻ്റെ പെടലിൽ കൊണ്ടുപോയി ഉടമ്പടി കെട്ടിവെക്കും. ഇവൻ്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ട്. നീ അധികം വിഷമൊന്നും ഇറക്കരുത്, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അല്ലെങ്കിൽ നീ മാനസാന്തപ്പെട്ടിട്ട് ഇന്ന് തീരുമാനം മാറ്റണം. എന്താണ്? വൈഫ് ഉടമ്പടി എടുത്തോട്ടെ, ഞാൻ അവളെപ്പോലെ തന്നെ ജീവിക്കും. അതാണ് പ്രശ്നം. അല്ലാതെ നമ്മൾ എന്താണ് കുരങ്ങനെ കൊണ്ട് ചുടുപായസം കോരിച്ചോളാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തരാളം വരെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മുട്ടാപ്പോക്കുകളൊന്നും ഇതിൻ്റെ വരരുത്. നീ ദൈവത്തിനെ അനുഭവിക്കുന്നതിനും ദൈവത്തിലേക്ക് ജീവിക്കുന്നതിനും മുട്ടാപ്പോക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഇതുപോലെ കണ്ടീഷനാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എന്ന് പറയുന്ന വലിയ സംഭവം ദൈവം വളരെ ഇത്രയധികം പ്രൂവൻ ഫാക്റ്റായിട്ട് നിങ്ങൾക്ക് ലോകത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് 43,000 രൂപ അത് ലൂർദിൽ പോലും കാണത്തില്ല. 43,000 സാക്ഷ്യം റെക്കോർഡഡ് അല്ല അത്. അതാണ് പ്രശ്നം. ഇതങ്ങനെയല്ല, ഇത് ഏറെക്കുറെ റെക്കോർഡഡാണ്. റിട്ടേണായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. കാലങ്ങളിൽ ഇതൊക്കെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കുന്ന കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി. അവിടെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരിടത്തൊരു സമയമെടുത്ത് ബ്രിട്ടീഷ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം അല്ലേ. അപ്പം ഞാനവിടെ പോയി എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി ഹൗ ടു സെറ്റ് എ മ്യൂസിയം, എങ്ങനെ മ്യൂസിയം. ഇപ്പോൾ ഒരു കാലത്ത് ഈ പ്രത്യക്ഷീകരണം വലിയൊരു വിഷയമായി മാറുന്ന കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്യും നമ്മൾ. എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നതെന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായൊരു ടൈമിൽ വിഷയമല്ല, ദൈവത്തിൻ്റെ ഒരു അന്തർദേശീയ വിഷയമാണ് മരിയൻ ഉടമ്പടി. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിലെ ചവിട്ടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്റെ ബലഹീനത കാരണം പരാജയപ്പെട്ടു പോകാതിരിക്കാൻ
എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ഉടമ്പടിക്ക് ഉപയുക്തമായ ജീവിത ഉടമ്പടി പങ്കാളിയായി എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ, എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. അന്വേഷണീയമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നത് ജീവിതം ഒരുമിച്ച് പാടുക, നിർത്തി പാടുക, എല്ലാവരും പാടുക. അഭിഷേകത്തിന്റെ സമയമാണ്. കൃപാസനത്തിന്റെ അമ്മേ, കൃപാസനത്തിന്റെ അമ്മേ, ആവേ 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 മരിയ, ലഭിച്ചുകൊണ്ട് ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ശ്രുതികട്ടെ, 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 എല്ലാവരും അത്ഭുതകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുകുർബാന പറഞ്ഞു കിടത്താൻ മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള്, ജീവ തടസ്സങ്ങള് യേശുനാമത്തില്, യേശുനാമത്തില്, യേശുനാമത്തിൽ മാറ്റപ്പെട്ടെ. ഈശോ ഈശോ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കർത്താവിൻ്റെ ദിവസം നമ്മളെ ഒരുമിച്ച് ചേർത്ത അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമുക്കറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി
ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമ്മളും ഈ ആലയത്തിൽ കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ അന്ന് നിർദ്ദേശിച്ചതുപോലെ ഈ ദുരന്ത മുഖത്തെ അതിജീവിക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്ത് വിശ്വസ്താപൂർവം പാലിച്ച് മുന്നേറുന്നത്. ഈ ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിൽ നമ്മളെ പങ്കാളികളാക്കിയ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഒരു നിമിഷം നന്ദി പറയാം. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അത് കേൾക്കുമ്പോൾ അതിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളും വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. പക്ഷെ ഭയങ്കര ഭയമായിരുന്നു. അതുപോലെ പള്ളിയിലാണേലും മാതൃവേദിയിൽ വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ എനിക്ക് സാധനം ഏറ്റെടുത്ത് ചെയ്യുവാനും അങ്ങനെ വലിയൊരു ധൈര്യം കിട്ടി. അതുപോലെ കുർബാനയിൽ പാട്ട് പാടുവാനും അങ്ങനെയൊക്കെ ഒരു മനോധൈര്യം തന്ന് ദൈവം അനുഗ്രഹിച്ചു. അമ്മ മാതാവ് എപ്പോഴും കൂടെയുള്ളൊരനുഭവം എൻ്റെ കൂടെയാണ്. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ മക്കളാണേലും പഠനത്തിൽ ഒത്തിരി പുറകിലാണ്. ഞാൻ മാതാവിനോട് പറയും, മാതാവേ, അവർ ഒത്തിരി പുറകിലാണ് കിടക്കുന്നത്, പക്ഷേ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് മുൻപത്തിൽ എത്താൻ സാധിക്കും. അതെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ പലരോടും എൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ ഒത്തിരി പേർക്ക് അനുഭവം കിട്ടുന്നുണ്ട്. അവർ ഉടമ്പടി എടുക്കും. എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്, എങ്ങനെയാണ് ഇതേപ്പറ്റി ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നെല്ലാം എന്നോട് ചോദിക്കും. അങ്ങനെ ഒരു 25ഓളം ആൾക്കാർ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇവിടെ വന്ന് അവധിക്ക് വരുമ്പോൾ ഉടമ്പടി എടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇടുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഈയിടെ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് സൈക്കാട്രി OPDയിൽ വന്ന് കാണിക്കാൻ വരികയായിരുന്നു. അപ്പോൾ OPD കഴിഞ്ഞു പോയി ഡിപ്രഷനിൽ പോയ ഒരു ആത്മഹത്യയ്ക്ക് മുൻപിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നത്. എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ ആ കുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടേഴ്സ് എല്ലാം പോയിരുന്നു. അപ്പോൾ എൻ്റെ സീനിയർ ചേച്ചി പറഞ്ഞു, ഇനി തിങ്കളാഴ്ച വന്നാൽ മതി, ഇപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ പറയുകയാണ്, ഇനി ഒരു ദിവസം കൂടെയുണ്ട് തിങ്കളാഴ്ചയ്ക്ക്, അപ്പോൾ എന്തും സംഭവിക്കാം. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിച്ചു. കാരണം എൻ്റെ കൂടെയുള്ളവർ ഹിന്ദിക്കാരായിരുന്നു. അപ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിച്ചപ്പം അതിന് ഒത്തിരി ആശ്വാസം തോന്നി. അപ്പം എൻ്റെ ഉള്ളിൽ പറയുകയാണ്, അതിനൊരു കൗൺസിലിംഗ് ആണ് ആവശ്യം. അപ്പം ഞാൻ ആദ്യം ഡോക്ടറിനെ നോക്കിയപ്പോൾ ഡോക്ടർ ആരും ഇല്ല. ഞാൻ മാതാവിനോട് സംസാരിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ വലിയ കൗൺസിലിംഗ് കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് നീ തന്നെ സംസാരിക്കണം. ഞാൻ അങ്ങനെ വേറൊരു മുറിയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് എൻ്റെ സീനിയർ ചേച്ചിയോട് പറഞ്ഞിട്ട് ആ കുട്ടിയോട് സംസാരിച്ചു. ആ കുട്ടി ഒത്തിരി കാര്യങ്ങൾ എന്നോട് ഇപ്പോൾ തുറന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് സംസാരിച്ചു, മാതാവ് ഈ കുട്ടിക്ക് വേണ്ടത് മാതാവ് തന്നെ കൊടുക്കണം, മാതാവ് തന്നെ അതിന് സമാധാനം കൊടുക്കണം. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് കൊടുത്തു. അങ്ങനെ ഒത്തിരി ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു ആ കൊച്ചിന്. വീട്ടിലൊത്തിരി പ്രശ്നങ്ങളായിരുന്നു. അതെന്നോട് പറഞ്ഞു. ഞാൻ മാതാവിനെ അത് ഏൽപ്പിച്ചു. ഞാനപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇടാനായിട്ട് എന്നോട് മാതാവ് പറയുകയാണ്, നീ ഉടമ്പടിയിലല്ലേ, നീ വിശ്വസയോടെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നീ അവൾക്ക് വേണ്ടി ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇടാനായിട്ട് എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ അന്ന് തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ഉടനെ തന്നെ പിന്നീട് എല്ലാ ദിവസവും ആ ഒരു ദിവസം മാത്രം ആ കുട്ടി ഒരു മെഡിസിൻ എടുക്കേണ്ടി വന്നു ഉറങ്ങാനായിട്ട്. പിന്നീട് ഒരിക്കലും ആ കുട്ടി മെഡിസിൻ എടുക്കേണ്ട ആവശ്യമേ വന്നില്ല. അതുപോലെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ആ ബാച്ചിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഈ മാതാവിനോട് പറഞ്ഞു, മാതാവേ
ഞാൻ പ്രാർത്ഥിച്ച ആ കുട്ടി ആകരുതേ അത്. ഞാൻ അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വേറൊരു കുട്ടിയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ആ കുട്ടിയുടെ ആത്മാവിനെ ഞാൻ ആ സമയത്ത് നേടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പം ആ കുട്ടി ആയിരിക്കണം അത് അങ്ങനെ ആകേണ്ടിയിരുന്നത്. ഇപ്പം ആ കുട്ടി ഇടയ്ക്ക് ഒത്തിരി ഹാപ്പിയാണ്, വീട്ടുകാരുമായിട്ടും ഒത്തിരി ഹാപ്പിയാണ്. എല്ലാ പ്രശ്നങ്ങളിലും അതിജീവിക്കുവാനായിട്ടുള്ളൊരു കൃപ ആ കുട്ടിക്ക് കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിനെ വിളിക്കുന്നു. അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന ആ കുട്ടി. പിന്നെ എനിക്ക് മുടങ്ങിക്കിടന്നിരുന്ന അരിയർ 10-12 വർഷമായിട്ട് കിട്ടാതിരുന്ന അരിയർ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അതിൽ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് ശരിയായി. ആ വീടെടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് അത് മാത്രമായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം മാതാവ് ക്രമീകരിക്കുകയായിരുന്നു. എൻ്റെ പേര് വത്സ ജോസഫ്. ഞാൻ വയനാട് നിന്ന് വരുന്നു. കോറം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ പുണ്യഭൂമിയിൽ ആദ്യമായിട്ട് കാല് വെക്കാൻ ഞാൻ ആഗ്രഹിച്ചത് 2022 ഡിസംബറിലായിരുന്നു. അതിന് മുൻപ് 2016 ഒരു ചേച്ചി എനിക്ക് കൃപാസന പത്രം എൻ്റെ കൊണ്ട് തന്നു. മാതാവിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, കൃപാസനത്തിൽ മാത്രമാണ് മാതാവുള്ളത്, എല്ലാ സ്ഥലത്തും മാതാവുണ്ടെന്നും പറഞ്ഞ് ഞാൻ ഈ പേപ്പർ ഒരു മൂലയിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ ആ പേപ്പർ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അതിന് മാപ്പ് അപേക്ഷിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. എൻ്റെ ഭർത്താവിന് 17 വർഷമായി അലർജിയും ശ്വാസമുട്ടലിൻ്റെ അസുഖവും ഉണ്ടായിരുന്നു. പൊടിയടിച്ചു കഴിഞ്ഞാൽ ഈ ആസ്മ രോഗികൾ വലിക്കുന്ന പോലെ വലിക്കുകയും മാറി മാറി പല ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഡോക്ടറെ കാണിക്കുകയും ചെയ്തു. അതിന് ഒരു കുറവും ഉണ്ടായില്ല. ഈ 2022 ഡിസംബർ 10 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൽ നിയോഗമായി വെച്ചിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ അസുഖം സൗഖ്യം തരണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും തേനും തൈലവും എൻ്റെ ഭർത്താവിന് കൊടുത്തു. 1 മാസം കൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം പൂർണ്ണമായി സൗഖ്യം കൊടുത്തു. അത് പിന്നെ ഇന്ന് വരെ എൻ്റെ ഭർത്താവിന് എന്ത് പൊടിയടിച്ചാലും എന്ത് തന്നെയായാലും ആ അസുഖം ഉണ്ടായിട്ടില്ല. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ 8 വർഷമായി ഞങ്ങളുടെ വീടിൻ്റെ മേലെ ഒരു ഷീറ്റ് ഇടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പൈസ കയ്യിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് തടസ്സങ്ങളായിരുന്നു, അതിടാൻ സാധിച്ചില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് ഈ ആവശ്യം നിറവേറ്റി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ ഞങ്ങൾ വിചാരിച്ചാലും കാര്യത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് അമ്മ നൽകി ഞങ്ങളുടെ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മകൻ്റെ കുഞ്ഞിന് ജന്മനാലെ കാലിൻ്റെ ഉപ്പൂറ്റി പൊന്തി നിൽക്കുകയായിരുന്നു. ഈ വിരൽ കുത്തിയാണ് നടക്കുകയുള്ളൂ. നടക്കുമ്പോൾ പ്രാഞ്ചി വീണു പോവുകയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാല് ശരിക്കും ആ ഉപ്പൂറ്റി താഴോട്ട് വരികയും ആ വേച്ച് നടക്കുന്നതിൻ്റെ അസുഖം മാറിക്കിട്ടുകയും ചെയ്തു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുന്നു. ഈ എൻ്റെ കാലം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കുറേ ട്രീറ്റ്മെൻറ്റ് എൻ്റെ കുഞ്ഞിന് ചെയ്തതായിരുന്നു. എന്നിട്ടൊന്നും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അത് ചെയ്ത് ഒരു 7 പ്രാവശ്യമായപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ കാല് ശരിക്കും ഉപ്പൂറ്റി നിലത്തേക്ക് വെക്കാൻ സാധിച്ചു. ഇന്ന് അവൾ തുള്ളിച്ചാടി കളിച്ച് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. പിന്നെ എനിക്ക് ഇനി എൻ്റെ ജീവിതമുള്ളത്തോളം കാലം അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഇഷ്ടപ്രകാരം ഉടമ്പടി പ്രകാരം ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു പോയ എല്ലാ തെറ്റുകൾക്കും അമ്മയോടും തിരുക്കുമാരനോടും മാപ്പ് അപേക്ഷിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31 പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകുന്നു. എല്ലാ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യേശു. എൻ്റെ പേര് ലിസി ബേബി. ഞാൻ ഇടുക്കി രൂപതയിലെ മുട്ടുകാട് ഇടവകയിൽ നിന്ന് വരുന്നു. 2022 ജൂലൈ 20 ഞാൻ ഇവിടെ ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് എനിക്ക് ഒത്തിരി പരാധീനതകളായിരുന്നു. എൻ്റെ കുടുംബത്തിൽ കടബാധ്യത, പിള്ളേർക്ക് സുഖമില്ലാഴിക, ഞങ്ങൾക്ക് 5 മക്കളാണ്. അവരിൽ ഇരട്ട പിള്ളേരാണ് ഇളയത്. അവർക്ക് പള്ളിയിൽ പോകാനോ കോവിഡ് വന്നതിന് ശേഷം ഭക്ഷണം പോലും അവർ നന്നായിട്ട് കഴിക്കുകയല്ല, ഈ മൊബൈലിൽ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു രീതിയായിരുന്നു. ഞാൻ ഇവിടെ വന്നു, അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടിയിൽ ഇതെല്ലാം വെച്ചു. അപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യവും എനിക്ക് ഒരു സൗഖ്യത്തിൻ്റെ കാര്യമൊന്നും ഞാൻ വെച്ചില്ല. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാസ് ട്രബിളിൻ്റെ അസുഖവും പൈൽസിൻ്റെ അസുഖമൊക്കെ
16 വർഷമായി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അന്നിവിടെ പൂർണ്ണമായിട്ടും ഞാൻ ഉപവാസമായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കാണ് ആദ്യമേ സൗഖ്യം കിട്ടിയത്. അതിനുശേഷം മകൾക്ക് 17 വർഷമായിട്ട് ആസിഡിറ്റിയുടെ അസുഖമായിരുന്നു. അവൾ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിച്ചു പോകുന്ന അസുഖമായിരുന്നു. പോകാത്ത ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല. ലേക്ക് ഷോർ തുടങ്ങിയ എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ പോയി. ഹോമിയോയും അലോപ്പതിയും ആയുർവേദവും എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ലാസ്റ്റ് ട്രിപ്പ് ഇടുക എന്ന അവസ്ഥ വരെയായി. വൈകുന്നേരങ്ങളിൽ പോയി. ആ അവസ്ഥയിലാണ് ഞാനിവിടെ എത്തുന്നത്. മകൾക്ക് ഞാനിവിടെ നിന്ന് ഉടമ്പടി തൈലവും ഉപ്പും തേനും കൊണ്ടുപോയി കൊടുത്ത് അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പം മരുന്ന് നിർത്തി. അപ്പോൾ മകൾക്ക് അങ്ങനെ സൗഖ്യം കിട്ടി. 17 വർഷമായ രോഗത്തിൽ നിന്ന് ഈശോയും മാതാവും സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ 6 ലക്ഷം രൂപ ഞങ്ങളുടെ വീട്ടിൽ കടബാധ്യത ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ലക്ഷം രൂപ ആദ്യം എടുത്തതാണ് ബാങ്കിൽ നിന്ന്, 2 ലക്ഷത്തോളം രൂപ. പിന്നെ പുറത്തുനിന്നൊക്കെ കടം മേടിച്ച് അങ്ങനെ പലിശയ്ക്കായിരുന്നു ഈ 6 ലക്ഷം രൂപ. അതും ഉടമ്പടി ഞാൻ വെച്ചിരുന്നു. ആ 6 ലക്ഷം രൂപ കടം വീട്ടാൻ ഞങ്ങൾക്ക് ബാങ്കുകളിൽ ആദ്യം ഒരു ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് 2 ലക്ഷം രൂപയെ തരാൻ പറ്റത്തുള്ളൂ, 2 ലക്ഷം രൂപയെ കൂടുതൽ തരാൻ പറ്റില്ല, വഴിയില്ല നിങ്ങളുടെ വീട്ടിലേക്ക്, അത് കാരണം 2 തരുവുള്ളെന്ന് പറഞ്ഞു. പിന്നെ ഞാനിവിടെ ഉടമ്പടി വെച്ചിട്ട് ചെന്ന് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അവർ 3 ലക്ഷം തരാമെന്ന് സമ്മതിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വനിതാ ബാങ്കിൽ പോയി, അവർ 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 ലക്ഷം രൂപയുടെ കടബാധ്യത ഞങ്ങൾക്ക് വീട്ടാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് ആ ഉടമ്പടിയിൽ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പൈസ കിട്ടാനായിട്ട് 3 ലക്ഷം കിട്ടാനായിട്ട് നേരത്തെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ 22-ാം തീയതി തന്നെ ഞങ്ങൾക്ക് ലോണിന് ഇത് അവരെ അനുവദിച്ചു എന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾക്ക് ലോണും പാസ്സായി. അങ്ങനെ മാർച്ച് 2-ാം തീയതിക്ക് മുമ്പ് ഞങ്ങളുടെ കടങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒതുക്കാൻ സാധിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് തവണയായിട്ട് ബാങ്കിൽ അടച്ചാൽ മതി. പിന്നെ പിള്ളേരാണെങ്കിലും ഇപ്പോൾ പള്ളി വരാൻ തുടങ്ങി, അവരുടെ ആ മൊബൈലിൽ നോക്കിയിരിപ്പിൻ്റെ ദുശീലങ്ങളെല്ലാം കുറഞ്ഞു വന്നു, അവർ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇവിടെ അച്ഛൻ നോട്ട് മൈ മെറിറ്റ് ബൈ ഗ്രേസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകുകയില്ലായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായി. അച്ഛൻ പറയും, നിങ്ങൾ സാധിക്കില്ലെന്നുള്ള കാര്യം നിങ്ങൾ ഉടമ്പടി വയ്ക്കാൻ പറയും. അപ്പം ഞാൻ പിള്ളേർക്ക് ഗവൺമെൻറ് ജോലി കിട്ടണമെന്നായിരുന്നു വെച്ചത്. അപ്പം മോൻ്റെ ഭാര്യയ്ക്ക് അവൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. ഇപ്പോൾ 1 മാസം ആകുന്നു അവൾ ജോലി ചെയ്യാനായിട്ട് പോകുന്നു. നിരവധിയായ അനുഗ്രഹങ്ങൾ. എനിക്ക് ഉപവാസം ഒട്ടും എടുക്കത്തില്ലായിരുന്നു. ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഞാൻ തളർന്ന് വീഴുമായിരുന്നു. ആ അവസ്ഥയായിരുന്നു. എനിക്കിവിടെ വന്നതിന് ശേഷം ഇപ്പം 3 ദിവസം വേണമെങ്കിലും ഭക്ഷണം കഴിക്കാതെ എനിക്ക് വെള്ളം കുടിച്ച് വൈകുന്നേരം ഞങ്ങൾ പഴം മാത്രം കഴിച്ചാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നിരവധി വീടുകൾ കയറാനും പറ്റും, രോഗികളെ സന്ദർശിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട്, ചേച്ചി എനിക്ക് ഇച്ചിരി ഉടമ്പടി ഉപ്പ് തരാമോ, ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ച് വിടാവോ എന്ന് ചോദിച്ച് വരും. അങ്ങനെ കൗണ്ട് കൂടി ഒരു രോഗി അങ്ങനെ വന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഉടമ്പടി ഉപ്പും ഇത് കൊടുത്ത് തൈലവും പുരട്ടി പ്രാർത്ഥിച്ച് വിട്ടു. പിറ്റേ ദിവസം വന്നപ്പോൾ വിളിച്ച് പറഞ്ഞു, ചേച്ചി എൻ്റെ കൗണ്ടിൻ്റെ ഇത് ശരിയായി. ഞാൻ പോയി ഹോസ്പിറ്റലിൽ നോക്കി. ഇപ്പം ചേച്ചിയോട് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിട്ടി. എനിക്ക് പറഞ്ഞാൽ തീരില്ല. ഇന്നിവിടെ വൈകുന്നേരം വരെ പറഞ്ഞാലും തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും ഈശോയും ചെയ്തു തരുന്നു. ഒന്നാമത്തെ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പോലും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാക്ഷി എഴുതി കൊടുത്താൽ എനിക്ക് പറയാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, എന്നിട്ടാണ് ഞാൻ പറയാതെ തിരിച്ച് മേടിച്ചുകൊണ്ട് ഞാൻ പോയി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതം മുഴുവനും ഈശോയ്ക്കും മാതാവിനുമായിട്ട് സമർപ്പിച്ച് ഇനിയുള്ള ജീവിതകാലം മുഴുവനും ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈശോയ്ക്ക് നന്ദി. കൃപാസനം മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലിറ്റി ജിനോ. ഞാൻ തൃശ്ശൂർ രൂപതയിലെ ആറ്റുപള്ളി എന്ന പള്ളിയിൽ നിന്ന് വരുന്നു.
എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 2019 ജനുവരി 27 ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് പെട്ടെന്നൊരു വയറുവേദനയായി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ മരുന്ന് തന്നു, അന്ന് മാറിയില്ല. പിന്നെ വേറെ ഡോക്ടറെ കാണിച്ചു, അവിടെയും മാറിയില്ല. അപ്പോൾ പറഞ്ഞു ഇനി സ്കാൻ ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞു. സ്കാനിങ് ചെയ്തപ്പോഴാണ് കോളിഡോക്കൽ സിസ്റ്റ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കി. സ്കാനിങ് ചെയ്തപ്പോഴാണ് കോളിഡോക്കൽ സിസ്റ്റ് ആണെന്ന് മനസ്സിലായത്. കോളിഡോക്കൽ സിസ്റ്റ് ബൈൽഡക്റ്റിൻ്റെ സൈസ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണമെന്ന് പറഞ്ഞു. അവിടെ ഫാറ്റ് അടിഞ്ഞ് അവിടെ ഇൻഫെക്ഷൻ ആയിരുന്നു.